എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ആയുർവേദത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പഠിച്ചു. ആയുർവേദം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഒരു കോൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ചെറുപ്പത്തിലെ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ അല്ലെങ്കിൽ സ്കൂൾ സിലബസിലൊന്നും ഇതിനെപ്പറ്റി ഒട്ടും ഒരു ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനിതിനെപ്പറ്റി കുറച്ച് റീസെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് വെസ്റ്റേൺ സയൻസ് അല്ലെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷണൽ നോളജ് അതിനേക്കാട്ടും കൂടുതലാണ് മോഡേൺ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം പുറനാട്ടിലുള്ള വെസ്റ്റേൺ കൺട്രീസിൽ ഒക്കെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇവിടുത്തെ സിലബസിൽ ആഡ് ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷൻ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ സിലബസൊക്കെ ഉണ്ടാക്കുന്ന പോളിസി മേക്കേഴ്സ്, നമ്മുടെ സിലബസും നമ്മുടെ ബുക്സൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാർ, അവരാണിത് തീരുമാനിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ്? നമ്മളിപ്പം സയൻസ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ആയുർവേദം നമുക്ക് ഒരു സബ്ജക്റ്റായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അല്ലേ? പക്ഷേ ഇപ്പം ആയുർവേദ ഇന്ത്യയെക്കാട്ടും കൂടുതൽ വെസ്റ്റേൺ കൺട്രീസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്നിട്ട് പോലും നമ്മൾ ആ ഒരു ലെവൽ എത്തിയിട്ടില്ല. അടുത്ത ഒരു കാര്യമായിരുന്നു ആയുർവേദ ഒരു അൺസയൻറ്റിഫിക് ആണ് എന്നുള്ളൊരു വിശ്വാസം. അപ്പം അഗൈൻ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു പഴയ കോൺസെപ്റ്റ് ആയ കാരണവും ഒരുപാട് ഇതിനെപ്പറ്റി അഡ്വർടൈസ്മെൻറ്റ്സും മാർക്കറ്റിംഗ് ഒന്നും ഇല്ലാത്ത കാരണം എപ്പോഴും ആയുർവേദ സയൻറ്റിഫിക്കലി പ്രൂവൻ അല്ല എന്നുള്ളൊരു വിശ്വാസമാണ് ആൾക്കാർക്ക്. നമ്മൾ പഠിച്ചാൽ മാത്രമേ അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഈ അലോപ്പതി മെഡിസിൻസും ഇംഗ്ലീഷ് മെഡിസിൻസൊക്കെ ഇവിടെ ഒരുപാട് പോപ്പുലറാണ്. അതിനെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് പോലും, ഇന്ത്യൻ സൊസൈറ്റി പോലും പ്രൊമോട്ട് ചെയ്യുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് നമ്മുടെ നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആയുർവേദ. അടുത്ത കാര്യമാണ് ഓവർ എംഫസിസ് ഓൺ ഡിസീസ് ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫോക്കസാണ്. അല്ലാണ്ട് ഒരു രോഗം വരാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്കൊരിക്കലും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻസ് അല്ലെങ്കിൽ അലോപ്പതി പ്രിസ്ക്രൈബ് ചെയ്യുന്ന പെട്ടെന്ന് ഡോക്ടറെ കാണുന്നതൊക്കെ. ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ആർക്കും ഒരു അത്രയും സമയമില്ല. അത്രയും എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം പക്ഷേ ആയുർവേദയുടെ കോൺസെപ്റ്റ്സ് ഒരു ബാലൻസ്ഡ് ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരുപാട് പുഷ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് നമ്മളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രോഗം വരുന്നേക്കാളും മുന്നേ രോഗം വരാണ്ടിരിക്കാനുള്ളൊരു സിറ്റുവേഷൻ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്? പിന്നെ അടുത്ത കാര്യമാണ് ആയുർവേദ ശരിക്ക് 2 ഗ്രന്ഥത്തിലാണ് ആയുർവേദത്തെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് മെൻഷൻഡ്. ഒരെണ്ണം ചരക സംഹിത, മറ്റേതാണ് സുശ്രുത സംഹിത. ഈ 2 ഗ്രന്ഥങ്ങളും സംസ്കൃതത്തിലാണ് എഴുതിയത്. അപ്പം നമ്മളിപ്പം ചെറിയ പിള്ളേർക്ക് അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്, നമ്മുടെ മദർ ടങ്, നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ലാംഗ്വേജ്, ഇപ്പം നമ്മൾ മാത്സും സയൻസൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ആയുർവേദയും നമുക്ക് അത്രയും ഒരു സിമ്പിൾ രീതിയിൽ ഒരു ബുക്സ് വിത്ത് ഇമേജസ് പഠിപ്പിക്കുവാണെങ്കിൽ പിള്ളേർക്ക് മനസ്സിലാവാനും ആ ഒരു കോൺസെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും, അല്ലേ? അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതൊരു സ്കൂൾ സിലബസിൽ പാർട്ടാക്കിക്കൂടാ, അല്ലേ?
അപ്പം ഏറ്റവും ആദ്യം ചെയ്യാനുള്ള ഒരു കാര്യമാണ് അവെയർനെസ്. അപ്പം നമ്മൾ പഠിക്കുന്ന ബുക്സിൽ ഒരു സബ്ജക്റ്റ് പോലെ തന്നെ ആയുർവേദ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുമാത്രമല്ല, ഇപ്പം ഹിസ്റ്ററിയിൽ നമ്മൾ എത്ര കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വേൾഡ് വാർ പഠിക്കുന്നു, വേൾഡ് വാർ 1, വേൾഡ് വാർ 2, പിന്നെ എത്ര സിവിലൈസേഷൻസും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ ഹിസ്റ്ററിയിൽ ഒരിക്കലും ആയുർവേദയെ പറ്റി നമ്മൾ ഒരിക്കലും പഠിച്ചിട്ടില്ല. എൻ്റെ CBSE ഇതായിരുന്നു, ബോർഡായിരുന്നു. വേറെ ബോർഡ്സിലുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും ഇതിനെപ്പറ്റി ഒരു ബേസിക് ഇതുപോലും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല ഇതിൻ്റെ ഡെപ്ത് എന്താണെന്നും ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ, റൈറ്റ്? അപ്പം അടുത്ത കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ പ്രാക്ടിക്കൽസ് ഉള്ള പോലെ തന്നെ നമുക്ക് യോഗയും മെഡിറ്റേഷനും, അതല്ലാണ്ട് ഈ ആയുർവേദയുടെ കുറച്ച് ബേസിക് കുക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഹെർബ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊക്കെ പ്രാക്ടിക്കലായിട്ട് പിള്ളേരെ പഠിപ്പിക്കണം. അപ്പം ആ ഒരു സ്റ്റേജിൽ തന്നെ പിള്ളേരത് മനസ്സിലാക്കും, റൈറ്റ്? പിന്നെ അഗൈൻ ആയുർവേദയുടെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ്. അപ്പം നമ്മൾ എല്ലാ സംഭവങ്ങളും പിള്ളേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കരുത് എന്ന് പറയണേക്കാളും നല്ലത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് നമ്മൾ പിള്ളേരെ ചെറുപ്പത്തിലേ മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അത് അവർ കഴിക്കുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടം, റൈറ്റ്? അപ്പം ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്. അവരായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ എഡ്യൂക്കേഷൻ പോളിസി മേക്കേഴ്സും ഇല്ലെങ്കിൽ നമ്മുടെ സിലബസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ ആയുർവേദയുടെ കോൺസെപ്റ്റ്സ് എങ്ങനെ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിന് എന്തൊക്കെ മനസ്സിലാവുമെന്ന് അറിഞ്ഞിട്ട് അവരുടെയും കൂടി ഹെൽപ്പ് എടുത്തിട്ട് ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് സിലബസായിട്ട് ആഡ് ചെയ്യാം. അപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൾച്ചർ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും, റൈറ്റ്? അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് അല്ലേ? നമ്മൾ ഇന്ത്യൻസാണ്, നമ്മുടെ ഒരുപാട് ബ്യൂട്ടിഫുൾ കൾച്ചറാണ്. ഇത് നമുക്ക് പഠിച്ച് നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി യൂസും ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്താണ് തോട്ട്സ്? ഇത് നമ്മൾ സിലബസിൽ ആഡ് ചെയ്യണോ, അതോ ഇതൊരു നോട്ട് സോ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കുമോ? ബിക്കോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ആലോചിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂൾ സിലബസിൽ പഠിച്ചത് ഒന്നും നമ്മൾ പ്രാക്ടിക്കലി എവിടെയും യൂസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഏറ്റവും വലിയ എക്സാമ്പിളാണ് മാത്സിൽ നമ്മൾ പഠിച്ച ഇൻറ്റിഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ നമ്മൾ എവിടെയും പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഹിസ്റ്ററി, അതൊന്നും നമുക്ക് പ്രാക്ടിക്കലി എവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്തുകൊണ്ട് നമുക്ക് ആക്ച്വലി പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തുകൂടാം, അല്ലേ? അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.